ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 1-ൽ നമ്മൾ ഇന്നലെ ഒരു പുതിയ വണ്ടി എടുത്തില്ലേ. ആ വണ്ടി ഇന്ന് മോഡിഫിക്കേഷൻ ചെയ്യാണ്. ഇത് കണ്ടിട്ട് പച്ച മാതിരി ഇല്ലേ? കണ്ടിട്ട് പച്ച മാതിരി. നമ്മളാക്കാൻ പോകുന്ന ഈ ഒരു കളറും ഈ ഒരു കളറും എല്ലാത്തിനും ഈ കളറാക്കാന്ന് വെച്ചാൽ റിസ്ക് പിടിച്ച പരിപാടിയാണ്. എന്താന്നോ നമ്മൾ ഇവിടെയൊക്കെ കുറച്ച് ബ്ലാക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലാക്ക് മാറ്റിൻ്റെ കേട്ടോ. കണ്ട പണി ഇതാണ് പണി. സ്റ്റിക്കർ വർക്ക് ചെയ്യാണ് ഞാൻ അന്നേരം പറഞ്ഞു. ഇതേ കളറിൽ കിട്ടാനേ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. നോക്കണ്ട, അതും നോക്കണ്ട, അതും നോക്കണ്ട, അതും നോക്കണ്ട, അതും നോക്കണ്ട, അത് നോക്കണം, അത് നോക്കണം. നമ്മൾ ഈ കളറ് പിന്നെ എല്ലാം സെയിം ആണ് കേട്ടോ. പണിയത് സെയിം ആവേണ്ടി അത് നമ്പർ അടിക്കാൻ പറ്റതിൽ അതേപോലത്തെ നമ്പർ അടിച്ചാൽ എന്താ ഒരു നാൽപ്പത്തെട്ട് 42 FF 48 12 കളർ ഒന്നിൽ 10 അതേമാതിരി കളർ ഇപ്പം അങ്ങനെ ആക്കുക. കുറച്ച് പണിയാണ് കേട്ടോ വൈസ്. ഒന്ന് നനഞ്ഞാൽ മതി. കണ്ടോ, അത് കണ്ടോ, അനങ്ങിയത് അനങ്ങിയ കുഴപ്പം. ഇത് കുറച്ച് ടൈം എടുക്കും ആക്കിയിട്ട്. ഗൈസ്, നമ്മളിതാ വണ്ടി പന്തിറക്കി, പക്ഷേ ഒരു മറ്റില്ലല്ലോ. കുഴപ്പമില്ലല്ലോ. കുറച്ച് സ്റ്റിക്കർ വർക്ക് കുറച്ചധികം കളറ് മാറുമ്പോൾ അങ്ങനെയുണ്ടല്ലോ. ഇത് ലാസ്റ്റ് അടിച്ചല്ലേ, ഇതല്ലേ ഇതെന്തപ്പം അങ്ങനെ ആയേ? ഇതുവരെ ഒരു കുഴപ്പമില്ലേനല്ലോ. പിന്നെന്തെറ്റി? ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് പോയതാ. പിന്നെന്ത് പറ്റി നോക്കട്ടെ കേട്ടോ ഗൈസ്. അത് നമ്മൾ ഈ ടിക്ക് അടിക്കാത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം മറ്റേത് അതിൽ വരും. കാറ് മാറ്റുമ്പം കാറിൻ്റെ കളർ മാറ്റുമ്പോൾ മൊത്തത്തിൽ മാറരുത് എന്നൊരു ഇത് മാത്രമല്ല എനിക്ക്.
ഇപ്പം അങ്ങനെ ഉണ്ട്. ബാക്കിയെല്ലാം സ്റ്റിക്കർ വർക്ക്. അപ്പോൾ കുറച്ചധികം പണിയുണ്ട് ഗൈസ്. എന്താ വിൻറ്റേജ് തന്നെ. ഇതിപ്പോൾ വിൻറ്റേജ് വണ്ടിയായി. കുറച്ച് അധികമായി. റെഡ് ആവണോ മഞ്ഞാണോ? മഞ്ഞ. നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് ഇവിടെയൊക്കെ മഞ്ഞടിച്ചെടുക്കൽ. ഞാൻ മഞ്ഞടിച്ചിട്ടും കാണും. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലായിടത്തും മഞ്ഞടിച്ചപ്പം ഇതിൻ്റെ ലുക്ക് മാറിയാണ്ടോ നിങ്ങൾ. ഇതിൻ്റെ ലോഗോവും കൂടി ഒന്ന് മേക്ക് ചെയ്താൽ മതി. വൈറ്റ് കളർ അല്ല നീല കളർ ഇട്ടാൽ അറിയില്ല കറക്റ്റ്. ഇവിടെ ലോഗോ ഞാൻ വലുതാക്കി. ഈ തടി ഉണ്ടാവരുതടാ. തടി ഉണ്ടാവാതെ ഇപ്പം എന്താ ചെയ്യുക? നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്യണം. തടി ഉണ്ടാവില്ല. തടി ഓവറാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. തടി ഓവർ വേണം. ഇപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇതാപ്പായത് കണ്ടോ? കറക്റ്റായത് കണ്ടോ? കളറൊന്നും മാറ്റണ്ടെന്നേ ഉള്ളൂ, വേറൊരു കുഴപ്പമില്ല. ആദ്യം നമ്മൾ W എഴുതണം. ഫസ്റ്റ് W എഴുതുക നീല കളറിൽ. വേറൊരു കുഴപ്പമില്ല. വൈറ്റ് ആയിന് വൈറ്റ് ആവണം. നീലാദ്യം നോക്കാം. ഡബ്ല്യുവിൻ്റെ മേത്തലായിട്ടാണ് V വേണ്ടത്. വോൾസ്വാഗൻ വോൾവോ ഏതൊരു വണ്ടി? W എന്നുള്ള വണ്ടി അല്ലേ? ഇത് ശരിയാവോ നോക്കട്ടെ. ശരിയായില്ലേ? മറ്റേത് അധികം നമ്മൾ V വരച്ചെടുക്കാം. പായോ ഗൈസ്. ഇപ്പം എവിടെയോ എന്തൊരു കുറവുള്ള മാതിരി തോന്നില്ലേ? എന്താ ഇപ്പം കുറവുള്ളത്? എന്തോ കുറവുണ്ട്. അങ്ങനെയൊന്നും അല്ലേ ഉള്ളത്. അടക്കെ ഞാൻ യൂട്യൂബിലൊന്ന് നോക്കിയിട്ട് ഗൈസ് കിട്ടി. ഇത് ഇങ്ങനെയൊന്നും അല്ലടാ. ഒരു 5000 റുപ്യ അതിലങ്ങ് പോയിന്. അപ്പം ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മളിതാ ഡീറ്റെയിൽ ഒരെണ്ണം ഇങ്ങനെ അടിക്കുക. ബട്ടണങ്ങ് നിൽക്കുക. എന്നിട്ട് അടുത്തതാ ഇങ്ങനത്തെ ഡീറ്റെയിൽ ഒരെണ്ണം എടുക്കുക. ചെറുതാക്കുക. ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്ര ചെറുതാക്കണേ. ഉള്ളിൽ കയറണം. കയറില്ലേ? ഉള്ളൊക്കെ നീല. ഇതാണ് അപ്പോൾ അതാ ഇതുപോലത്തെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടാവും. നമ്മളിതാ ഇവിടെ വൈറ്റ് ആയിട്ട് കൊടുക്കണ്ടേ. വൈറ്റ് ഇതാ 1200 പിന്നെ പോലെ ഇങ്ങനെ വെച്ചെടുക്കാം. ഇങ്ങനെ കുറച്ച് വീതിയും കൂട്ടണം. എന്നിട്ട്
ടിക്കം കൊടുക്കുക. പിന്നെ അങ്ങനത്തെ ഒരെണ്ണം വെക്കുക. പിന്നെ മഞ്ഞ വെക്കുക. മഞ്ഞല്ല പച്ചല് മഞ്ഞാക്കിയിട്ട് ഇങ്ങനെ ചെറുതാക്കുക. ചെറുതാക്കിയാൽ മതി. പിന്നെ കുറച്ച് വീതിയൊക്കെ കൂട്ടി നമുക്ക് കറക്റ്റങ്ങ് കിട്ടിയോളൂ. ഇങ്ങനെ അല്ല ഇനി ഇങ്ങനെയാണ് അങ്ങനെയല്ല അങ്ങനെ തന്നെ വ്യത്യാസം. അതിപ്പോൾ കറക്റ്റൊന്ന് ഇതൊരു ട്രെയിലാണ്. ഓവറൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ നമ്മൾ എക്സ് വരയ്ക്കുക. ഇതങ്ങ് ചെറുതാക്കുക. നമ്മൾ ടെക്സ്റ്റ് ചെയ്യരുത്. അത് നേരത്തെ തെറ്റിപ്പോയത്. ടെസ്റ്റ് ചെയ്യരുത്. ടെസ്റ്റ് ചെറുതാക്കണം. അങ്ങനെ അതിൻ്റെ വീതി കൂടുതലല്ലേ, വീതി കുറക്കാനായിട്ട് നീലാക്കുക. ഇത് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. കുറച്ചല്ല, കുറച്ചധികം ഉണ്ട്. ഇത് നമ്മൾ ചെറുതാക്കണം. ഈ വട്ടത്തിൻ്റെ ഉള്ളിൽ കറക്റ്റാണ് കേട്ടോ. കറക്റ്റായില്ലേ ഭംഗി ഉണ്ടാവില്ല. ഇപ്പം ഏകദേശം ആയില്ലേ ഇത്. എളുപ്പപ്പണി പറഞ്ഞുതരാം. ഇത് വർക്കല്ലേ, ഒരു 3000 രൂപ പോകുന്നുള്ളൂ. എളുപ്പപ്പണി കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് സിമ്പിളാവുമെന്നാണ്. സിമ്പിളായാൽ മതിയായിരുന്നു. ഞാൻ ഈ ഗെയിം കളിക്കുന്നത് മൊബൈലിലാണ്. മൊബൈൽ ഏതാ ഒക്കെ ഞാൻ ഡീറ്റെയിലായി ഒരു വീഡിയോ ഇടുന്നുണ്ട്. നമുക്ക് 3000 രൂപ പോയാൽ എന്താ, സാധനം റെഡിയായി കിട്ടുമല്ലോ. അങ്ങനെയാണ് നിങ്ങളുടെ വിചാരം. 3000 രൂപ പോകേണ്ട നോക്കാം. വീതി കൂട്ടിട്ട് 3000 രൂപ പോവോ. ഓ മൈ ഗോഡ് 3000 രൂപ പോവോ. പഠിച്ചോനെ പോവാ ഗൈസ്. എളുപ്പപ്പണി 3000 രൂപയ്ക്ക് വോൾസ്വാഗൻ്റെ ലോഗോ സിമ്പിളായിട്ട് മേക്ക് ചെയ്തു. വേറൊന്നും കൂടി ഉണ്ട്. ബ്ലാക്ക് ആക്കുക. ബ്ലാക്ക് അല്ലല്ലോ ഗൈസ്,
ബ്ലാക്ക് ആക്കണം കേട്ടോ, ചെറുതും വേണം. സ്മോൾ ഇതിൻ്റെ നടുവിലും വെച്ചെടുക്കണം. സ്മോളിന് ചെറുതോട് എന്തിനൊന്നു നീ ഒരു ബ്ലൂവും കൂടി ഉണ്ടാക്കണം. സൈഡിൽ ഇത് കാണുന്നുണ്ട്, ബ്ലൂവേ നല്ലോണം കണ്ട്. തുണി ഒന്ന് ചെറുതാക്കുക, നീ പറ്റ ചെറുതാക്കണേ, ഇതൊന്ന് ചെറുതാക്കുക. ഇതിപ്പോൾ ഈ ഐഡിയ തോന്നുന്നു. 3000 രൂപ മുടക്കി ചെയ്യണോ? 3000 രൂപയില്ലേ ഞാൻ ആദ്യം ചെയ്ത ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ട് ചെയ്യുന്ന കേട്ടോ. അല്ല ഇതല്ല, ഈ ബ്ലൂ കളർ സാധനം അല്ല ബ്ലാക്ക് കളർ സാധനം അവിടെ വെക്കുന്നത് എന്തിനാന്ന് യൂട്യൂബിൽ എന്തോ കണ്ട് ചെയ്ത്. ഏകദേശം ഇല്ല. ഇതാണ് മധുരിടാലോ, മറ്റേ വേൾഡ് സെയില് സ്റ്റിക്കർ വർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ആ 350ൻ്റെ വണ്ടി വിറ്റ് പോയാൽ മതി. 350 390 കറക്റ്റാണ് കണ്ടിട്ട്. മറ്റേ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക്, അല്ല കണ്ടാൽ മനസ്സിലാവും. ആ വീഡിയോ കണ്ടവരെ മനസ്സിലാവും. ദൂരത്ത് നോക്കുമ്പോൾ ഒന്നുമില്ല, എടുത്ത് നോക്കുമ്പോഴാണ്. എളുപ്പ പരിപാടി എന്തിനാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്? ടിക്ക് ഇവിടെ ചെറിയൊരു ഡോട്ടുണ്ട്, ആ ഡോട്ടാണ്. പിന്നെ ഫോണിൽ കളിക്കുന്നുണ്ട്, ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഗൈസ്. അത് കറക്റ്റ് ആകുന്നില്ല. ഇപ്പം കറക്റ്റായി. ഇത് നമ്മളെ വോൾസ് വാഗൺ ബാക്ക് വരയ്ക്കുന്നുണ്ടല്ലോ. 17 മിനിറ്റ് ഈ ഒരു വോൾസ് വാഗൻ്റെ ലോഗോ വരയ്ക്കാൻ. എന്താല്ലേ ഇതോ കറക്റ്റ് കിട്ടില്ലേ? ബാക്കിലൊന്നും ഞാൻ വരയ്ക്കില്ല കേട്ടോ. ദാറ്റ് ഈസ് മുന്നിലൊന്നില്ല. ഇപ്പോൾ റെഡ് നമ്മളെ ഡിക്കിൻ്റെ ഇവിടെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവും കൂടി ചെയ്ത് നോക്കിയില്ലല്ലോ ഗൈസ്. എന്ത് ചെയ്യും? ഈ വീഡിയോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണോ? നോക്കട്ടെ. വീഡിയോ ലോങ് ആണ്, ചെയ്യില്ല. വീഡിയോ ഇപ്പോൾ 18 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. കുറവാ, കുറച്ചുകൂടി ചെയ്യും. അല്ല വണ്ടി ഡ്രൈവ് ചെയ്യാം. ഡ്രൈവ് ചെയ്യാനുള്ള ടൈമുണ്ട്. ഈ വണ്ടി ഇപ്പോൾ ഒരു ലുക്ക് ഇല്ലാത്ത എന്താണ്? നേരത്തിൽ ഈ സാധനങ്ങളൊക്കെ വന്നാൽ ഇങ്ങനെ ലുക്ക് വരും. ഇതൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ ലുക്ക് മാറില്ലേ? ഉണ്ടോ ലുക്ക് മാറിയുണ്ടോ? ഇപ്പം ഇത് കോപ്പി അടിച്ചതാട്ടോ ഒരാളത്. നിങ്ങൾ പറയും ഇത് എയിൽ നിന്നാണ് ഞാൻ കോപ്പി അടിച്ചതെന്ന്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടി അങ്ങ് തരും. ഇതൊരാളാണേലും 1000 ആളാണേലും നോ പ്രോബ്ലം. അണ്ടർസ്റ്റാൻഡ്. ഈ ടെസ്റ്റ് അങ്ങ് മച്ചേ ടെസ്റ്റ് അങ്ങ് മച്ചല്ലേ. എന്ത് എഴുതുക? ബ്ലോഗർ എന്ന് നമ്മളെ വണ്ടിനെ
നെയിമും കൊടുത്തു. നമ്മൾ നല്ല ഡിസൈനായിട്ടല്ലേ നമ്മൾ ആദ്യം കൊടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസൈന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയൂ. ആദ്യം നിൽക്കട്ടെ. ഇത് പയ്യല്ലേ ഇത് വലുതാവുന്നൊക്കെ. അല്ലാ എന്താ ഞങ്ങൾ തീരിയത് ഒരു തിരിങ്കിയുടെ പാടോ. ഓ ഇവിടേക്കല്ല സ്പീഡ്. നമ്മളെ ടെക്സ്റ്റ് വൈറ്റ് കളറിലാണ് കുളിപ്പിച്ച്. ഇവിടെ വൈറ്റ് ഇതല്ലേ ഇത്. ഓക്കെ തുമ്പര കാണിച്ച് ഈ ടെസ്റ്റ് നോക്കട്ടെ. കുറേ കാലങ്ങളായി ടെസ്റ്റ് യൂസ് ചെയ്തിട്ട്. അപ്പോഴാണ് ചെറുത്തളിയത്. നമ്മളിത് ബ്ലാക്കിലോട്ട് നോക്കി. പൊതുക്കി ഇപ്പോൾ ഗൈസ് അത് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് എനിക്കറിയില്ല. RR വ്ളോഗർ നൈസ്. പക്ഷെ വേറെ ഏതോ പേര് നമ്മൾ നമ്പർ പ്ലേറ്റിന് ഉണ്ടാകാൻ പറ്റിയതുണ്ടോ എന്നൊന്നല്ല. പേര് ഇതുണ്ടോ ടെസ്റ്റ് തന്നെ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കണം. ഫേവറേറ്റ് ആറല്ലോ. 57 ഏത് കിടക്കും. 0066 ഓക്കെ. നമ്മൾ പോലീസൊക്കെ പൊക്കി ഫൈന് നോക്കിട്ടേന്ന്. ഈ വണ്ടീൻ്റെ ഡ്രൈവിംഗും കൂടി അതിലുണ്ടാവും തോന്നുന്നു. ഈ വണ്ടിക്ക് ഈ നമ്പർ പ്ലേറ്റ് ഭംഗിയുണ്ടോ എന്ന് ഞാൻ പറയുന്നു. ഈ നമ്പർ പ്ലേറ്റ് അല്ല, ഈ നെയിം മാറ്റണോ? ലേബിളേ മെയിൻ റൈറ്റ് ഗേൾസ്. ഇതാണ് ഞാൻ പേര് എഴുതാനൊക്കെ ഈ കൊടുക്കാൻ പോകുന്ന ഈ സാധനം. പൊളിക്കല്ലേ നല്ല. ചേട്ടാ ഇതിനെ പറ്റിയൊന്നും ഭംഗിയില്ലല്ലോ. എന്താ ചെയ്യുക? നല്ല ഭംഗിയുള്ളതൊന്നുമില്ല വെച്ചാൽ. കറക്റ്റ് ഇതാണ് കറക്റ്റ് മോനെ. ഇതിപ്പോൾ കറക്റ്റായില്ലേ? ക്യാമറ കണക്കി സ്ക്രൂ ഡ്രൈവറും കൊടുത്തിട്ടുണ്ടോന്ന്. ടിക്കൻ കൊടുത്ത് പൈസ പോയി 2000 പൈസ ഒന്നും ചെയ്തിട്ട് വരാം. ഫ്രണ്ടിൽ ഭംഗിയില്ല അല്ലേ? ഫ്രണ്ടിൽ വെച്ചപ്പോൾ ഭംഗി അങ്ങ് പോയി. ബ്ലാക്ക് അടിപൊളി. ബ്ലാക്ക് ഇതാ. നമ്മൾ ഗ്ലാസ്സിൽ എന്ത് വർക്ക് ചെയ്യണം?
എന്ത് വർക്ക് ഗ്ലാസ് ചെയ്യണം ഗൈസ്? എന്ത് ചെയ്യണം? ഇല്ല, ഐഡിയ കിട്ടില്ല. ലൈറ്റ് വെച്ചില്ല. ലൈറ്റ് ഇവിടെ വേണോ? ഇവിടെ മതി. ഇവിടെ ആണെങ്കിൽ ഒരു ഭംഗിയുണ്ട്. മഞ്ഞ കളർ കൊടുത്താലോ? പച്ച, റെഡ്. ഓ, എന്തോ സ്ക്രിപ്റ്റ്. ടയർ മതില്ലേ? ഇതൊന്ന് അടിയിലോട്ട് നോക്കിയത് വെള്ള കളർ. ഓ, ഏതോ വണ്ടിപ്പോ സസ്പെൻഷൻ ഒന്നും ഫ്രണ്ടില്ലേ? ഇത്തിരി ബാക്ക് ഒരു ഇത്തിരി സെയിമാണ്. ഓ, ഏതാ വണ്ടി? നമ്മളെ ഡ്രൈവിംഗ് കൂടി കഴിഞ്ഞാൽ വീഡിയോ എൻ്റെ ആവുന്നതായിരിക്കാം. ടണ്ണിക്ക് പോയി 1,00,000 എഞ്ചിനായിട്ട് വെച്ചാലോ? 1,00,000 നമുക്ക് നേരെ ഈ സെർവറിലോട്ട് കയറാം. ഞങ്ങൾ ഇതുവരെ നൈസ് സെർവറിൽ കളിക്കുന്നുണ്ട്. ഞങ്ങൾ കാണിച്ചു തരാമല്ലോ. ഇപ്പം നേരെ ഗെയിം പ്ലേയിലോട്ടേക്ക് പോവാം ഗൈസ്. ഞാൻ എന്താ വേൾഡിലോട്ടേക്ക് എത്തണോ? എൻ്റെ ഇൻറ്റീരിയർ ഒരു മാത്രമേ വിൻറ്റേജ് വണ്ടി എന്ന് പറഞ്ഞാൽ അത് തന്നെ. പണ്ടത്തെ ഒരു വണ്ടി തന്നെ. സൗണ്ട് കേൾക്കില്ലേ? സൗണ്ട് കൂട്ടിയിട്ട് ആ വോയിസും കേൾക്കില്ല. അതാണ് പ്രശ്നം. റേസിൻ്റെ പ്രാറ് ഏതാണ് വണ്ടി? ആകെയുള്ള 2,000 രൂപയുടെ അതുകൊണ്ട് കളയാനായിട്ട് റേസിനുണ്ടാവും. അടിക്കില്ല. നമ്മളെ സബ്സ്ക്രൈബർ ആരെങ്കിലും മലയാള സെർവർ ഉണ്ടോ ഗൈസിൽ? ഈ ഗെയിമിൽ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. ആരും ഇല്ലെന്ന് കളിക്കുക. കാരണം 1% ചർച്ച് ഒരെണ്ണത്തിന് നോക്കിക്കണം. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛൻ ലോക്ക് ചെയ്ത് ഞാൻ അതിൻ്റെ വ്യൂ കൂടി ഒന്ന് നോക്കി. ഓക്കെ, ഉണ്ടെങ്കിൽ ഫോണിലേക്ക് തുറക്കാമല്ലോ. എന്നിട്ടും വെച്ചു തുറക്കും. വണ്ടിയിലേക്ക് തുറന്നില്ല. എന്നിട്ട് വെക്കി തുറക്കടാ. അതെന്താ തുറക്കൂലേ? തുറക്കൂലേ സാധനം? വണ്ടിയിൽ ഇപ്പം ചാർജ് ചെയ്തു. ഞാൻ ഇപ്പം കളിച്ച് അടിക്കുമായിരുന്നു കേട്ടോ. ബോണറ്റും കൂടി തുറന്നാൽ മതി. തുറക്കി ബോണറ്റ് ബോണറ്റും ബാക്കിലാവാൻ സാധ്യതയുണ്ട്. അതെ, ബാക്ക് തന്നെ. ഓ, വെറുതെ എല്ലാം മുന്നിൽ പോയി നിന്നതിന്. ഓ, ഇത് നോക്കുക വെച്ചാൽ വണ്ടിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കാണിച്ചെന്ന് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഏതാ വണ്ടി നോക്കി? എന്തല്ലേ നമ്മൾ ആട്ടി ഗിഫ്റ്റ് ചെയ്യുന്നില്ലേ? ഓ, നൈസ് വണ്ടിയില്ലേ? നമ്മൾ മോഡിഫൈ ചെയ്തപ്പോൾ ഇൻറ്റീരിയർ കൂടി ഒന്ന് കാണിച്ചു തരാം. സോംബ്ര ഇൻറ്റീരിയർ കണ്ടോ? വൈപ്പറൊക്കെ ഓണാക്കാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ട്. അടിപൊളിയുണ്ട്.
സൗണ്ട് കേട്ടല്ലോ. ഈ സൈഡിലത്തെ എന്താ കണ്ണട അല്ല ഗ്ലാസ് അതുമാതിരി വട്ടം മാതിരി വിൻറ്റേജ് ഉണ്ടായി കൊണ്ട് റേഡിയോ ഈ സൈഡ് വിൻറ്റേജ് വണ്ടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് വിൻറ്റേജ് നേരത്തെ കാണിച്ചല്ലോ. യൂസ്ഡ് വണ്ടി അല്ലേ അങ്ങനെയാണ് നമ്മൾ വ്യൂ കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.